മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ സർവ്വ കൊടി നാട്ടിയ സ്ഥലമാണ്. അതുകൊണ്ട് അവിടേക്ക് വല്ലാതെ പോണ്ട. സർവ്വ ഹറാം വിശദീകരിക്കേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഏത് ഷോപ്പിംഗ് മാളായാലും എവിടെയായെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അനിവാര്യ സാഹചര്യങ്ങളിലല്ലാതെ മാർക്കറ്റുകൾക്ക് പോകുക എന്ന് ചിന്തിക്കരുത്. അതാണായാലും പെണ്ണായാലും. ഇതിന്റെ കാരണങ്ങൾ നമുക്കുണ്ടല്ലോ, പോകാതിരിക്കാൻ നിവൃത്തിയില്ല, പോകണം. പോകുമ്പോൾ ഇസ്ലാം പറയാണ് നീ വളരെ ശ്രദ്ധിച്ചിട്ട് പോണം. മാത്രമല്ല, നീ നിന്റെ മനസ്സിനെ അവിടെ ഏതാ നടക്കുന്ന മില്യൺ കണക്കിന് ഭൗതികമായ കച്ചവടങ്ങളാണ് മാർക്കറ്റിൽ നടക്കുക. ആ മാർക്കറ്റിലേക്ക് കയറുമ്പോഴും മില്യൺ കണക്കിന് പരലോകത്ത് പുണ്യം കിട്ടുന്ന ദിക്ർ മറക്കരുത്. മാർക്കറ്റിലേക്ക് കടക്കുമ്പോ പഠിപ്പിച്ച ഒരു ദുആയുണ്ട്. ആ ദുആ ചൊല്ലിയാൽ മില്യൺ കണക്കിന് കൂലിണ്ട് എന്നാണ്. 10 ലക്ഷം 1 മില്യൺ പ്രതിഫലമുണ്ട്. മുസ്ലിമീങ്ങൾക്കറിയോ? നമ്മൾ പഠിച്ചോ? മാർക്കറ്റിന്റെ അകത്ത് പ്രവേശിക്കുമ്പോ എന്താ ചൊല്ലേണ്ട ദിക്ർ എന്നൊക്കെ ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ചേ. ഒരു നിമിഷം എല്ലാരും ഒന്ന് സ്വന്തത്തോട് ചോദിക്ക്, മാർക്കറ്റിലേക്ക് കയറുമ്പോ എന്താ ചൊല്ലേണ്ട ദിക്ർ? ഇന്ന് വരെ ചൊല്ലിയിട്ടുണ്ടോ? പഠിച്ചു വെക്കണ്ടേ? നിത്യവും മാർക്കറ്റിൽ പോകുന്നില്ലേ? മുസ്ലിമിന്റെ ഒരു ദിവസമല്ല നമ്മളെ വിഷയം. എല്ലാ ദിവസവും മാർക്കറ്റിൽ പോകുന്നുണ്ട്. ഷോപ്പിംഗ് മാളുകളിലും കഫ്റ്റീരിയകളിലും അതുപോലെ തന്നെ വക്കാലകളിലും എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ഇസ്ലാം എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ദഖല സൂഖൻ മിനൽ അസ്വാഖ് فقال لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. ആരെങ്കിലും അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് ഈ ദിക്ർ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരാരാധ്യനേ ഇല്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവനൊരു പങ്കാളിയുമില്ല, ലഹുൽ മുൽക്കു അവനാണ് സർവാധികാരമുള്ളത്, വലഹുൽ ഹംദു സർവസ്തുതിയും അവന് തന്നെയാണ്, യുഹ്യീ അവനാണ് ജീവിപ്പിക്കുന്നവൻ, വയുമീതു അവൻ തന്നെയാണ് മരിപ്പിക്കുന്നതും, വഹുവ ഹയ്യുൻ ലാ യമൂത്ത് അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവൻ മരിക്കുകയില്ല, ബിയദിഹിൽ ഖൈർ അവന്റെ കയ്യിലാണ് എല്ലാ നന്മകളും കുടിക്കൊള്ളുന്നത്, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അവനെല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഈ ദിക്ർ ഒരാൾ പറഞ്ഞാൽ കതബല്ലാഹു ലഹു അൽഫ അൽഫി ഹസനത്തിൻ വമഹാ അൻഹു അൽഫ അൽഫി സയ്യിഅത്തിൻ വറഫഅ ലഹു അൽഫ അൽഫി ദറജത്തിൻ. തിർമിദി, ഇബ്നു മാജ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് ഇമാം അൽബാനി ഹസനായ ഹദീസുകളുടെ ഗണത്തിൽപ്പെടുത്തിയ ഒരു ഹദീസാണിത്. ആരെങ്കിലും ഈ ദിക്ർ പറഞ്ഞാൽ കതബല്ലാഹു ലഹു അല്ലാഹു അവന് രേഖപ്പെടുത്തുന്നതാണ് അൽഫ അൽഫി ഹസനത്തിൻ 1 മില്യൺ പുണ്യം, 1 മില്യൺ നന്മയുണ്ട്, വമഹാൻഹു അൽഫ അൽഫി സയ്യിഅത്തിൻ 1 മില്യൺ തിന്മകൾ ചെറുദോഷങ്ങൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. അതുപോലെ തന്നെ അവന്റെ പദവി 1 മില്യൺ ഉയരുന്നു. ഓരോന്നിനും പ്രതിഫലവും പുണ്യമൊക്കെ കണക്കാക്കുന്നത് അല്ലാഹയാണ്. മാർക്കറ്റിലേക്ക് കയറുമ്പോ ഇത് പറയാൻ പഠിപ്പിക്കപ്പെട്ടതിലൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. റബ്ബിനെ ഓർത്തിട്ട് കയറുമ്പോ ആ റബ്ബിന് വെറുപ്പുള്ളതൊന്നും ഞാൻ ചെയ്യരുത്, കാണരുത്, കേൾക്കരുത്, അറിയരുത്, പങ്കെടുക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ചത് കണ്ടോ, വഹുവ ഹയ്യുൻ ലാ യമൂത്ത് അവൻ മരിക്കൂല, അവനെന്നും ഹയാത്തുണ്ട്. എന്റെ ഒപ്പള്ളവും കണ്ടില്ലെങ്കിലും ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് കാണുന്നുണ്ട്. അത് മാർക്കറ്റിലുള്ള കച്ചവടക്കാരും അത് മാർക്കറ്റിൽ സാധനം വാങ്ങാൻ ചെന്നവനും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും കസ്റ്റമറും അല്ലാത്തവരും എല്ലാ ആളുകളും മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഇതെപ്പോഴും പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ മില്യൺ കണക്കിന് ഭൗതിക കച്ചവടം നടക്കുന്ന മാർക്കറ്റിൽ കയറുമ്പോ മില്യൺ കണക്കിന് കൂലി കിട്ടുന്ന ദിക്ർ എല്ലാവരും മറക്കുന്നു. 50 പൈസ, 1 രൂപ, 1 ദിർഹം, 1.5 ദിർഹം, 25 ഫിൽസ് ഒക്കെ ലാഭമുണ്ട്, ഓഫറിടും, ബിഗ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെയിലും കൊണ്ട് നടക്കും, ഓടും നമ്മൾ ആ ഷോപ്പിലേക്ക്. അപ്പോഴും ഈ ദിക്ർ ഓർക്കൂല, ഇതാ നമ്മുടെ അവസ്ഥ. റബ്ബ് നമ്മളോട് പറഞ്ഞതിലൊന്നും ആർക്കും വിശ്വാസമല്ല. ഷോപ്പിന്റെ ഉടമ ഒരു 50 ഫിൽസ് ഓഫർ പ്രഖ്യാപിച്ചാൽ അതിനുവേണ്ടി നമ്മൾ ക്യൂ നിൽക്കും, തിരക്ക് കൂട്ടും.
റഹ്മാനായ റബ്ബ് നമുക്ക് മില്യൺ കണക്കിന് ഓഫർ പ്രഖ്യാപിച്ചാലും ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കത് പഠിക്കാൻ നേരല്ല, എനിക്കതിനോട് താല്പര്യമില്ല, ഞാനത് പഠിക്കുന്നില്ല, എന്റെ മക്കളെ പഠിപ്പിക്കുന്നില്ല, അത് പ്രയോഗരംഗത്ത് വരുത്തുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ആയാൽ പോരാ. മുസ്ലിമേ, നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ഏറ്റവും ധന്യമാവണം. അതുകൊണ്ട് മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഈ ദിക്റും പറയാൻ മറക്കരുത്.